നൂറിന് ഇൻഫോടെക്കിന്റെ മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡോക്യുമെന്റിനകത്ത് ഒരു ഷേപ്പ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ ആ ഒരു ഷേപ്പ് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, റീസൈസ് ചെയ്യാം എന്നാണ്. അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ബോക്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, ആ ഒരു ടെക്സ്റ്റ് ബോക്സ് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഒരു ഡോക്യുമെന്റിനകത്ത് ഷേപ്പ് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് ആദ്യം പഠിക്കാം. അപ്പോൾ ഷേപ്പ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് പറഞ്ഞ ടാബിനകത്താണ് പോകേണ്ടത്. അതിനകത്ത് ഷേപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ ആരോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് വേണ്ട കുറേ ഷേപ്സ് കാണാം. അപ്പോൾ ഇതിൽ ഏത് ഷേപ്പാണോ നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷേപ്പ് ഇവിടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പ് എടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ ഡോക്യുമെന്റിൽ കൊണ്ടുവന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് മൗസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് വരും. നമുക്ക് ഒന്നിൽ കൂടുതൽ ഷേപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു ഷേപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്ത ഷേപ്പ് നമുക്ക് റീസൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു 4 സൈഡിൽ നമുക്ക് റീസൈസ് ചെയ്യാനുള്ള ഹാൻഡിൽസ് ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഷേപ്പ് വലുതാക്കിയോ അല്ലെങ്കിൽ അത് ചെറുതാക്കിയോ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് റീസൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ വന്നിട്ട് ഈ ഒരു ഷേപ്പ് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ മേലെ ഒരു ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആ മൗസ് യൂസ് ചെയ്തിട്ട് നമുക്കത് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ലെഫ്റ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ റൈറ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അവിടെ അത് പൊസിഷൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊസിഷൻ ചെയ്ത് വെക്കാം. അതുപോലെ എല്ലാ ഷേപ്പും നമുക്കിതുപോലെ റീസൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ വേണ്ട രീതിക്ക് അതൊന്ന് പൊസിഷൻ ചെയ്ത് വെക്കാം. ഇനി ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ 2 ഷേപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഷേപ്പിൻ്റെയും പൊസിഷൻ നമുക്ക്, അതായത് ഈ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ഷേപ്പിന് നമുക്ക് വേണമെങ്കിൽ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ ബാക്കിലോട്ടോ അല്ലെങ്കിൽ ഈ ഹാർട്ട് ഷേപ്പ് നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഫ്രണ്ടിലോട്ടോ കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഏത് ഷേപ്പാണോ നമുക്ക് മൂവ് ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ബ്രിങ് ടു ഫ്രണ്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അതായത് ആ ഒരു ഷേപ്പ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. സെൻഡ് ടു ബാക്ക് പറഞ്ഞാൽ ഒരു ഷേപ്പ് ബാക്കിലോട്ട് കൊണ്ടുപോകാനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബ്രിങ് ടു ഫ്രണ്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഫ്രണ്ടിലോട്ട് വരും. നെക്സ്റ്റ് ബാക്കിലുള്ള ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പ് ബാക്കിലോട്ട് തന്നെ വിടണമെങ്കിൽ സെൻഡ് ടു ബാക്ക് കൊടുത്താൽ മതി, ആ ഒരു ഷേപ്പ് ബാക്കിലോട്ട് പോകും. ഞാനിവിടെ ഒരു ഷേപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു റെക്റ്റാങ്കിൾ എടുക്കാം. എന്നിട്ട് ഈ 2 ഷേപ്പിൻ്റെയും മേലെ കൂടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് വരുമ്പോൾ നമുക്ക് ബാക്കിൽ കിടക്കുന്ന 2 ഷേപ്പിനും സെലക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടെ സെലക്ട് ചെയ്താലും ഈ ഒരു റെക്റ്റാങ്കിളാണ് സെലക്ട് ചെയ്ത് തരാം. അപ്പം നമുക്ക് ആ ഒരു ഷേപ്പ് എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഷേപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഷേപ്പ് ഫോർമാറ്റ് പറഞ്ഞൊരു ടാബാണ് ഓപ്പൺ ചെയ്ത് വരാം. ഇതിനകത്ത് സെലക്ഷൻ പാൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചു തരും ഇതിനകത്ത് ഏതൊക്കെ ഷേപ്പ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ആ ഷേപ്പിൻ്റെ ഷേപ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ആദ്യം ഹാർട്ട് 1 ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഹാർട്ടായിരിക്കും സെലക്ട് ചെയ്തിട്ട് ഉണ്ടാവാം. പിന്നെ വരുന്നത് റിബൺ ആണ്. ഇപ്പോൾ റിബൺ ആയിരിക്കും അവിടെ സെലക്ട് ആവുക. ഇപ്പോൾ റിബൺ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് റെക്റ്റാങ്കിൾ വേണമെങ്കിൽ റെക്റ്റാങ്കിൾ ഓൾറെഡി മേലെ കിടക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഹാർട്ട് വേണമെങ്കിൽ ഹാർട്ടിൻ്റെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ സെലക്ഷൻ പാൻ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് എത്ര ഷേപ്സ് ഉണ്ടോ അത്രയും ഷേപ്പിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്നും ഏത് ഷേപ്പാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയും നമുക്ക് സെൻഡ് ബാക്ക്വേർഡ് അതുപോലെ ബ്രിങ് ഫോർവേഡ് പറഞ്ഞ 2 ഓപ്ഷൻസ് കാണാം. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഓപ്ഷൻസ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. നെക്സ്റ്റ് ഷേപ്പ് സ്റ്റൈൽസിനെ കുറിച്ചാണ് പഠിക്കാൻ വന്നത്. ഞാൻ ഈ ഒരു റെക്റ്റാങ്കിളിനെ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഷേപ്പ് സെലക്ട് ചെയ്യാം. അതിനകത്ത് കുറച്ച് ഷേപ്പ് സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബ്ലൂവിലാണ് കിടക്കുന്നത്, അതിൻ്റെ ഔട്ട്ലൈൻ വന്നിട്ട് ബ്ലാക്ക് ആണ്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഷേപ്പിൻ്റെ സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഇവിടെ ഒരു ആരോ ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഷേപ്പ് സ്റ്റൈൽസ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു മറൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഷേപ്പ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഷേപ്പ് ഫില്ല്. ഷേപ്പ് ഫില്ല് ഇപ്പോൾ നമ്മൾ
റെഡിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏതാണോ ഷേപ്പ് കളർ സെലക്ട് ചെയ്യണം ആ കളറിൽ ആ ഷേപ്പ് ഫില്ല് ചെയ്ത് വരും. പിന്നെ ഒന്ന് ഷേപ്പ് ഔട്ട്ലൈൻ ആണ്. അതായത് ഈ ഒരു ഷേപ്പിന്റെ ഇപ്പോഴത്തെ ഔട്ട്ലൈൻ പറയുന്നത് ഒരു ബ്ലാക്ക് ആണ് കിടക്കുന്നത്. അതിന്റെ ആ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഏത് കളറാണോ സെലക്ട് ചെയ്യണം ആ കളർ അതിന്റെ ഔട്ട്ലൈൻ ആയിട്ട് സെറ്റ് ആവും. ഇപ്പോൾ ഈ ലിസ്റ്റ് ചെയ്ത കളേഴ്സ് കൂടാതെ നമുക്ക് മോർ ഔട്ട്ലൈൻ കളേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വേണ്ട കളർ ജസ്റ്റ് ഒന്ന് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കളറായിരിക്കും അതിന്റെ ഔട്ട്ലൈൻ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഷേപ്പ് എഫക്ട്സ് ആണ്. ഷേപ്പ് എഫക്ട്സ് പറഞ്ഞാൽ നമുക്ക് ഷാഡോ ഉണ്ട്, റിഫ്ലക്ഷൻ ഉണ്ട്, ഗ്ലോ ഉണ്ട്, സോഫ്റ്റ് എഡ്ജസ് ഉണ്ട്, അതുപോലെ 3D റൊട്ടേഷൻ ഉണ്ട്. ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. ഷാഡോ ആണെങ്കിൽ ഔട്ടർ, ഇന്നർ, അതുപോലെ പെർസ്പെക്റ്റീവ് പറഞ്ഞ പല ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഏതാ വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ റിഫ്ലക്ഷനിൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അത് വേണ്ടത് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ വരുന്നത് ഗ്ലോ ആണ്. ഗ്ലോ യെല്ലോ, പർപ്പിൾ, ബ്ലൂ, ഓറഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് എഫക്ട്സിൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഇഷ്ടപ്രകാരം അത് ഓരോന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് 3D റൊട്ടേഷനും ഉണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ പിക്ചറിന് ആപ്റ്റ് ആയിട്ടുള്ള ഷേപ്പ് എഫക്ട്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷേപ്സിനകത്ത് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിനകത്ത് 2 ഷേപ്പാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഈ ഒരു ഷേപ്പ് മാറ്റിയിട്ട് വേറൊരു ഷേപ്പ് നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ അത് ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഏത് ഷേപ്പാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷേപ്പ് ഫോർമാറ്റിനകത്ത് എഡിറ്റ് ഷേപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അവിടെ ചേഞ്ച് ഷേപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിന് അണ്ടറിൽ നമുക്ക് നേരത്തെ കണ്ട കുറേ ഷേപ്സ് ഉണ്ടാവും. അപ്പോൾ ഏത് ഷേപ്പിലോട്ടാണോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു ഷേപ്പ് ഇവിടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റിബണിൻ്റെ ഷേപ്പ് പോയിട്ട് ഒരു സ്മൈലിംഗ് ഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടാവും. നമ്മൾ ഏത് ഷേപ്പാണോ സെലക്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലോട്ട് ചേഞ്ച് ആവും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡോക്യുമെന്റിനകത്ത് എങ്ങനെ ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ടിൽ പോവാം. ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ബോക്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് ബോക്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഓൾറെഡി ബിൽഡിംഗ് ആയിട്ടുള്ള കുറച്ച് ടെക്സ്റ്റ് ബോക്സുകളാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രോ ടെക്സ്റ്റ് ബോക്സ് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് എവിടെയാണോ നമ്മൾ ടെക്സ്റ്റ് വേണ്ടത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലൊരു ടെക്സ്റ്റ് ബോക്സ് അവിടെ വരും. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കേഴ്സറിനെ നമുക്ക് കാണാൻ കഴിയും. അതായത് വെർട്ടിക്കൽ ബ്ലിങ്കിങ് ലൈനാണ് നമ്മുടെ കേഴ്സർ. അപ്പോൾ ഈ ഒരു കേഴ്സറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ അത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ടെക്സ്റ്റ് എന്താണോ വേണ്ടത് അത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സ് റീസൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം ടെക്സ്റ്റ് ബോക്സ് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ നമുക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം. ഇനി ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ മേലെ നമ്മളൊന്ന് ഹോവർ ചെയ്യുമ്പോൾ ഒരു 4 ഹെഡഡ് ആരോ കാണാം. അത് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് മൗസിന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ടെക്സ്റ്റ് ബോക്സ് നമുക്ക് എങ്ങോട്ടാണോ മൂവ് ചെയ്യേണ്ടത് ആ ഒരു പൊസിഷനിലോട്ട് മൂവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷേപ്പ് സ്റ്റൈൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഷേപ്സിൻ്റെ സ്റ്റൈൽ എടുത്ത അതേപോലെ തന്നെ ഇവിടെ ടെക്സ്റ്റ് ബോക്സിനും ഒരു ഷേപ്പ് സ്റ്റൈൽ ഉണ്ട്. അപ്പോൾ ഏതാണ് വേണ്ടത് അതുപോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ അതിൻ്റെ കളറ്, സൈസൊക്കെ, ഷേപ്പൊക്കെ മാറുന്നുണ്ടാവും. അപ്പോൾ ഇതുകൂടാതെ നമുക്ക് വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് അവിടെ ആ ഒരു ചേഞ്ച് വന്നിട്ടിരിക്കും. ഞാൻ ഈ ഒരെണ്ണം എടുത്തു. ടെക്സ്റ്റ് ബോക്സിൻ്റെ സ്റ്റൈല് മാറി. ഇനി ഷേപ്പ് ഫിൽ ഓപ്ഷൻ വന്നിട്ട് ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്തുള്ള കളേഴ്സിൻ്റെ ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി അതിനകത്ത് വേണമെങ്കിൽ പിക്ചറും ആഡ് ചെയ്യാം. പിക്ചർ ഫില്ലുണ്ട്, അതുപോലെ തന്നെ ഗ്രേഡിയൻ്റ് ഉണ്ട്. ഗ്രേഡിയൻ്റ് പറഞ്ഞാൽ 1-2 കളേഴ്സ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ലൈറ്റ് പർപ്പിളും അതുപോലെ ഡാർക്ക് പർപ്പിളുമാണ് മിക്സ് ചെയ്ത് വരുന്നത്. അപ്പോൾ കൂടാതെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കളർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. പർപ്പിൾ വേണമെങ്കിൽ ഒരു യെല്ലോ ആഡ് ചെയ്താൽ കുറച്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് യെല്ലോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ യെല്ലോ ഇവിടെ മൂവ് ചെയ്യുന്നതനുസരിച്ച് അവിടെയും ചേഞ്ച് ആവുന്നതായിരിക്കും.
അതുപോലെ ഇവിടെ ടൈപ്പ് ഉണ്ട്, ലീനിയർ ആയിട്ട് ലീനിയർ ആണോ റേഡിയൽ ആണോ എന്ന്. അപ്പോൾ ലീനിയർ പറയുമ്പോൾ ഒരു ലൈൻ പോലെ വരുന്നത്, റേഡിയൽ പറഞ്ഞാൽ മിക്സ് ചെയ്ത് വരുന്ന പോലെ ഉണ്ടാവും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ യെല്ലോ ഷെയ്ഡും അവിടെ മൂവ് ആവും. അതുപോലെ തന്നെ റെക്റ്റാങ്കുലർ ഉണ്ട്, പിന്നെ പാത്ത് ഉണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് ആപ്റ്റായി തോന്നുന്നത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ടെക്സ്ചർ ആഡ് ചെയ്യാനാണ്. ടെക്സ്ചർ പറയുമ്പോൾ നമുക്ക് ആ ഒരു ആരോയിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ടെക്സ്ചർ കാണാം. ഇതിൽ ഏത് ടെക്സ്ചർ ആണോ വേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്ചറിൽ ടെക്സ്റ്റ് ബോക്സ് ചേഞ്ച് ആയിട്ടുണ്ടാവും. പിന്നെ ഒരു ഷേപ്പ് ഔട്ട്ലൈൻ ആണ്. അത് നമ്മുടെ ആ ടെക്സ്റ്റ് ബോക്സിന്റെ ഔട്ട്ലൈന് കൊടുക്കാനാണ്. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യണത് ആ ഒരു ഔട്ട്ലൈനിലോട്ട് അത് ചേഞ്ച് ആവും. ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ഔട്ട്ലൈൻ ആയിരിക്കും വരിക. പിന്നെ വരുന്നത് ഷേപ്പ് എഫക്ട്സ് ആണ്. അതിൽ പ്രീസെറ്റ് ഉണ്ട്, ഷാഡോ ഉണ്ട്, റിഫ്ലക്ഷൻ ഉണ്ട്, ഗ്ലോ ഉണ്ട്, സോഫ്റ്റ് എഡ്ജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ഓപ്ഷൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റായിട്ട് തോന്നുന്നത് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഷാഡോ ആണെങ്കിൽ ഷാഡോ സെറ്റ് ചെയ്യാം. അതുപോലെ റിഫ്ലക്ഷൻ വേണമെങ്കിൽ റിഫ്ലക്ഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ടെക്സ്റ്റ് ബോക്സിൽ വരുന്ന ഷേപ്പ് സ്റ്റൈല്, ഷേപ്പ് ഫില്ല്, ഷേപ്പ് ഔട്ട്ലൈനും അതുപോലെ ഷേപ്പ് എഫക്ട്സും. ഇനി ഇതിനകത്ത് ഉള്ള ടെക്സ്റ്റ് ഇപ്പം നമ്മൾ നൂറിന് ഇൻഫോടെക് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടെക്സ്റ്റിന്റെ ഫില്ലും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. നമ്മളിവിടെ എടുക്കുന്ന കളറിനനുസരിച്ചിട്ട് അതവിടെ ചേഞ്ച് ആവുന്നതായിരിക്കും. അതുപോലെ അതിൻ്റെയും ഔട്ട്ലൈൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ ഇതൊന്ന് ഈ ഒരു ടെക്സ്റ്റിന്റെ സൈസ് ഒന്ന് കൂട്ടുണ്ട്. 11 കിടക്കുന്നത് 20 കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ടെക്സ്റ്റിനെ എന്താക്കാം. ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 100 ഇൻഫോടെക് പറയുന്നത് ഒരു റെഡ് ഷെയ്ഡിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിക്ചർ ഫോർമാറ്റ് അല്ലെങ്കിൽ ഷേപ്പ് ഫോർമാറ്റിൽ നിൽക്കാം. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ഫില്ല് വന്നിട്ട് ബ്ലാക്ക് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായി കാണാം. അതുപോലെ ടെക്സ്റ്റ് ഔട്ട്ലൈൻ നമ്മൾ അതായത് ടെക്സ്റ്റിന്റെ ഔട്ട്ലൈൻ വരുന്നത് റെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിലാവാനാണ് ഞാൻ ഈ ഒരു ഡാർക്ക് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഷാഡോ, റിഫ്ലക്ഷൻ, ഗ്ലോ, അതുപോലെ ബെവൽ, 3D റൊട്ടേഷനൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ ഒരു ടെക്സ്റ്റ് ചേഞ്ച് ആവുന്നതായിരിക്കും. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അതുപോലെ ഈ ടെക്സ്റ്റ് ബോക്സിന്റെ ഷേപ്പ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാം. അതുപോലെ ഷേപ്പ് ഫോർമാറ്റിൽ പോയിട്ട് എഡിറ്റ് ഷേപ്പ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പിന്നെ അത് ചേഞ്ച് ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഏത് ഷേപ്പിലാണോ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഷേപ്പ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അത് ഞാൻ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലോട്ടായിരിക്കും അത് എഡിറ്റ് ആവുന്നത്. നമുക്കൊന്നുകൂടി വേറെ ഏതെങ്കിലും ഷേപ്പ് എടുത്ത് നോക്കാം. ചേഞ്ച് ഷേപ്പ് കൊടുക്കുന്നു, ഈ ഒരു ഷേപ്പ് കൊടുത്തു. അപ്പോൾ ആ ഒരു ഷേപ്പിനകത്ത് അത് എഡിറ്റ് ആയി നിൽക്കും. ഈ ടെക്സ്റ്റ് നമുക്ക് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം ഇതുപോലെ ടെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം ഷേപ്സ് എങ്ങനെ ഡോക്യുമെന്റിനകത്ത് ഇൻസേർട്ട് ചെയ്യാനാണ് പഠിച്ചത്. അപ്പോൾ ഷേപ്സ് യൂസ് ചെയ്യുന്നത് ഡയഗ്രാം, അതുപോലെ ഫ്ലോ ചാർട്ട്സ്, ഇലുസ്ട്രേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പ് എങ്ങനെ റീസൈസ് ചെയ്യുക, അതിൻ്റെ സ്റ്റൈൽ എങ്ങനെ മോഡിഫൈ ചെയ്യുക, അതിൻ്റെ ഔട്ട്ലൈൻ ഷേപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യുക, അതുപോലെ ഷേപ്പ് എഫക്ട്സ് ഒക്കെ എങ്ങനെ കൊണ്ടുവരാനാണ് ഇതിനകത്ത് മെയിനായിട്ട് പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് ടെക്സ്റ്റ് ബോക്സസിനെ കുറിച്ചാണ്. ഒരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് സ്പെസിഫിക് ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യാൻ ഈ ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് എങ്ങനെ മൂവ് ചെയ്യുക, റീസൈസ് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സിൻ്റെ സ്റ്റൈൽ എങ്ങനെ ചേഞ്ച് ചെയ്യുക, അതുപോലെ അതിൻ്റെ ഷേപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നാണ് ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ പഠിച്ചത്.